സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. മണ്ഡലമാസ പൂജകൾ പൂർത്തീകരിച്ച് നടയടയ്ക്കാൻ ഒരാഴ്ച മാത്രമാണ് ഇനി ശേഷിക്കുന്നത്. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും നിതിൻ പ്രഭാകരൻ ചേരുന്നു. നിതിൻ, സന്നിധാനത്ത് ഇപ്പോഴും വൻ ഭക്തജന തിരക്കാണോ അനുഭവപ്പെടുന്നത്? വിവരങ്ങൾ. വൃന്ദ, സന്നിധാനത്തേക്ക് ഭക്തരുടെ ഒരു പ്രവാഹം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. വലിയ ഭക്തജന തിരക്കാണ് സന്നിധാനത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഉഷപൂജയ്ക്ക് വേണ്ടി ശബരിമലയിൽ നടയടച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഉഷപൂജ പൂർത്തിയാക്കി നട തുറക്കും. വലിയ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. സോപാനത്തിന് മുന്നിൽ അയ്യപ്പനെ തൊഴാനുള്ള ഭക്തരുടെ നീണ്ട നിരയാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇതര സംസ്ഥാനത്ത് നടക്കം കൂടുതൽ ഭക്തർ സന്നിധാനത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. പ്രത്യേകിച്ച് ആന്ധ്ര, തെലങ്കാന, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നും കൂടുതൽ ഭക്തരെത്തുന്നു. പുലർച്ചെ നട തുറന്നത് മുതൽ സന്നിധാനത്ത് ഇത് തന്നെയാണ് അവസ്ഥ. 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്താൻ ഭക്തരുടെ ഒരു വലിയ പ്രവാഹം. 18-ാം പടിക്ക് താഴെയും അതോടൊപ്പം വലിയ നടപ്പന്തലും അടക്കം ഭക്തരുടെ നീണ്ട നിര നമുക്ക് ദൃശ്യമാകുന്നു. രാവിലെ മുതൽ തന്നെ ദൃശ്യമാകുന്നു. പ്രസന്നമായ കാലാവസ്ഥയാണ്. മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷം. കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ സന്നിധാനത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്നൊന്നും അങ്ങനെയല്ല. മഴ മാറി നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണുള്ളത്. കൂടുതൽ ഭക്തർ വരും മണിക്കൂറിലും 18-ാം പടി ചവിട്ടുമെന്നാണ് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ഡലമാസ പൂജ പൂർത്തീകരിച്ച് നടയടയ്ക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ അഭൂതപൂർവമായ ഭക്തജന തിരക്കാണ് സന്നിധാനത്തും പരിസരങ്ങളിലും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സന്നിധാനത്തെത്തുന്ന ഭക്തർക്ക് സുഗമമായ ദർശനം ഉറപ്പുവരുത്തുന്നതിന് പോലീസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. 18-ാം പടിയിൽ ഒരു മിനിറ്റിൽ 80 മുതൽ 85 വരെ അയ്യപ്പ ഭക്തരാണ് 18-ാം പടി ചവിട്ടി ദർശനം നടത്തുന്നത്. എല്ലാ ഒരുക്കങ്ങളും അവർക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളെല്ലാം ക്രമീകരിച്ചിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, മുൻ വർഷങ്ങളിലെ പോലെ നടപ്പന്തലിലും മറ്റും മണിക്കൂറുകൾ വരി നിൽക്കേണ്ട ഒരു സാഹചര്യം ഭക്തർക്ക് വരുന്നില്ല. നേരത്തെ 8-10 മണിക്കൂർ വരി നിൽക്കേണ്ട ഒരു സാഹചര്യം ഭക്തർക്കുണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ ഒരു സാഹചര്യം ഇത്തവണ ഇല്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. മണ്ഡലമാസ പൂജ പൂർത്തീകരിച്ച് നടയടയ്ക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സന്നിധാനവും പരിസരവും അഭൂതപൂർവമായ ഭക്തജന തിരക്കിൽ അമർന്നിരിക്കുകയാണ്. വൃന്ദ. ശരി, സന്നിധാനത്ത് നിന്നും നിതിൻ പ്രഭാകരനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.